Hi students, welcome back. Today we are going to discuss some questions from periodic classification of elements. Extra questions ആണ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. Two elements m and n belong to group 1 and 2 respectively and are in the same period of the periodic table. How do the following properties of m and n vary? Size of their atoms, their metallic characters, their valencies in forming oxides, formulate of their chlorides. അപ്പോൾ നമുക്ക് 2 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. 2 എലമെൻറ്റ്സ് എം ആൻഡ് എൻ ബിലോങ് ടു ഗ്രൂപ്പ് 1 ആൻഡ് 2 റെസ്പെക്റ്റീവ്ലി. അപ്പം ഞാനിവിടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഗ്രൂപ്പ് 1 ആണ്, ഗ്രൂപ്പ് 1. ഇത് നമ്മുടെ ഗ്രൂപ്പ് 2 ആണ്, ഗ്രൂപ്പ് 2. ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റ് എം ബിലോങ്സ് ടു ഗ്രൂപ്പ് 1 ആൻഡ് എൻ ബിലോങ്സ് ടു ഗ്രൂപ്പ് 2. ഓക്കെ, ദെൻ ആൻഡ് ആർ ഇൻ ദ സെയിം പീരീഡ്. ദ ബിലോങ്സ് ടു സെയിം പീരീഡ് ആണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവർ ഒരേ പീരീഡിലാണ്, പക്ഷേ ഡിഫറെൻറ്റ് ഗ്രൂപ്പിലാണ്. ഇവർ ഫസ്റ്റ് ഗ്രൂപ്പ് എം, സെക്കൻഡ് ഗ്രൂപ്പ് എൻ, പക്ഷേ അവർ ഒരേ പീരീഡിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എമ്മും എന്നും ഒരേ പീരീഡിലാണ്. അതുപോലെ തന്നെ എം ബിലോങ്സ് ടു ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് എൻ ബിലോങ്സ് ടു സെക്കൻഡ് ഗ്രൂപ്പ്. ഇനി നമുക്ക് കാണേണ്ടത് ഹൗ ഡു ദി ഫോളോവിങ് പ്രോപ്പർട്ടീസ് ഓഫ് എം ആൻഡ് എൻ വേരി ബേസ്ഡ് ഓൺ ദി സൈസ് ഓഫ് ദെയർ ആറ്റംസ്. സൈസ് ഓഫ് ദെയർ ആറ്റം, എമ്മിൻ്റെയും എന്നിൻ്റെയും ആറ്റത്തിൻ്റെ സൈസാണ് നമുക്കിവിടെ കമ്പയർ ചെയ്യേണ്ടത്. അറ്റോമിക് സൈസ് കമ്പയർ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് എമ്മിൻ്റെയും എന്നിൻ്റെയും അറ്റോമിക് സൈസ് കമ്പയർ ചെയ്യുന്നത്? അപ്പം നമ്മൾ പഠിച്ചു, ഇവർ സെയിം പീരീഡിലാണ് അല്ലേ? സെയിം പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അറ്റോമിക് സൈസ് ഡിക്രീസസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ പീരീഡിൽ നമ്മൾ പഠിച്ചത് അറ്റോമിക് സൈസ്, അറ്റോമിക് സൈസിൻ്റെ കാര്യമാണ്. പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അറ്റോമിക് സൈസ് ഡിക്രീസസ്. അപ്പോൾ പറയേ, എമ്മിലും എന്നിലും ആരുടെ സൈസ് ആയിരിക്കും കുറവ്? ദ സൈസ് ഓഫ് എൻ ഈസ് സ്മോളർ ദാൻ എം. കറക്റ്റ് അല്ലേ? അപ്പം നമ്മൾ പീരീഡിൽ അറ്റോമിക് സൈസിന് എന്ത് സംഭവിക്കുന്നു നമ്മൾ പഠിച്ചു. പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അറ്റോമിക് സൈസ് ഡിക്രീസസ്. റീസൺ എന്താണെന്ന് നമ്മൾ പഠിച്ചത്? എന്തുകൊണ്ട് അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു പഠിച്ചത്? പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ആകുന്നുണ്ട്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓൾസോ ഇൻക്രീസസ്. പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ഇൻക്രീസസ്, നെഗറ്റീവ് ചാർജ് ഓൾസോ ഇൻക്രീസസ്. പോസിറ്റീവ് ചാർജ് ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് പവർ കൂടുന്നു. പക്ഷേ ഇവിടെ ഷെൽ നമ്പർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ എഫക്റ്റീവ് അട്രാക്റ്റീവ് പവർ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള അട്രാക്റ്റീവ് പവർ ഇൻക്രീസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന് ന്യൂക്ലിയസ് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തും. അങ്ങനെ വരുമ്പോൾ റേഡിയസ് ഡിക്രീസ് ആകും. റേഡിയസ് ഡിക്രീസ് ആകുമ്പോൾ സൈസ് ഡിക്രീസ് ആകും. അപ്പോൾ പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ആകുന്നു. അപ്പോൾ ഇവിടെ എമ്മും എന്നും കമ്പയർ ചെയ്യുമ്പോൾ എം ആൻഡ് എൻ സെയിം പീരീഡിലാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും സൈസ് ഡിക്രീസ് ആകുന്നു. ദാറ്റ് മീൻസ് എൻ ഈസ് സ്മോളർ ദാൻ എം. സൈസ് ഓഫ് അറ്റോമിക് സൈസ് ഓഫ് എൻ ഈസ് സ്മോളർ ദാൻ എം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ. സൈസ് ഓഫ് എൻ ഈസ് സ്മോളർ ദാൻ എം. അണ്ടർസ്റ്റുഡ്? ഇനി നമ്മുടെ സെക്കൻഡ് ദർ മെറ്റാലിക് ക്യാരക്ടേഴ്സ് ആണ്. അവരുടെ മെറ്റാലിക് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കണേ നോക്കാം. മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ട്രെൻഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചത്?
പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും മെറ്റാലിക് ക്യാരക്ടറാണ്. പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ആകും. പഠിച്ചതല്ലേ? പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ആകും. എന്താ മെറ്റാലിക് ക്യാരക്ടർ പറഞ്ഞാൽ? ദേ ഹാവ് എ ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ആകും. ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ആകുന്നതിന് റീസൺ ന്യൂക്ലിയസിന് അട്രാക്റ്റീവ് പവർ കൂടും. ന്യൂക്ലിയസിന് അട്രാക്റ്റീവ് പവർ കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയും കുറഞ്ഞു പോകും. ഓക്കെ, ദാറ്റ് മീൻസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. അപ്പോൾ നമ്മുടെ നോക്കിക്കേ, എമ്മും എന്നും ഇതിനകത്ത് ആരുടെ മെറ്റാലിക് ക്യാരക്ടർ ആയിരിക്കും കുറവ്? എന്നിൻ്റെത്. ഓക്കെ, സോ ദി മെറ്റാലിക് ക്യാരക്ടർ ഓഫ് എൻ ഈസ് സ്മോളർ ദാൻ എം. കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ ട്രെൻഡ് ഓർത്തിരിക്കണം. അറ്റോമിക് സൈസും മെറ്റാലിക് ക്യാരക്ടറും പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ഡിക്രീസസ് ആണ്. സോ ഇൻ ദി സെക്കൻഡ് കേസ് metallic character of N is less than that of M. Less than that of M. Okay, then what about C? Their valencies in forming oxides. ഓക്സൈഡ് ഫോർമേഷനിൽ എമ്മിൻ്റെയും എന്നിൻ്റെയും വാലൻസി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എം ബിലോങ്സ് ടു ഫസ്റ്റ് ഗ്രൂപ്പ്, സോ ഇറ്റ്സ് വാലൻസി ഈസ് 1. ഓക്കെ, വാലൻസി ഓഫ് എം, valency of M 1. Then what about N? Valency of N that belongs to second group, so its valency is 2. വാലൻസി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വാലൻസി എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഗ്രൂപ്പ് 1 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആയിരിക്കും ഉള്ളത്. ഗ്രൂപ്പ് 2 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, ദെൻ ഡി, ഫോർമുലേറ്റ് ദെയർ ക്ലോറൈഡ്സ്. ഓക്കെ, ഇനി ഫോർമുലേറ്റ് ദെയർ ക്ലോറൈഡ്സ് ആണ് നമ്മൾക്ക് കാണേണ്ടത്. അപ്പോൾ എമ്മിൻ്റെയും എന്നിൻ്റെയും ക്ലോറൈഡ് ഫോർമേഷൻ നോക്കാം. എം എന്ന് പറയുന്നത് ക്ലോറൈഡ് MCl ആണ്. എമ്മിൻ്റെ എം ബിലോങ്സ് ടു ഫസ്റ്റ് ഗ്രൂപ്പ്, സോ ഇറ്റ്സ് വാലൻസി ഈസ് 1. ഇൻ ദി കേസ് ഓഫ് ക്ലോറിൻ ഇറ്റ്സ് വാലൻസി ഈസ് ഓൾസോ 1. സോ ഇറ്റ്സ് ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു MCl, M1Cl1 അല്ലേ? ML വാലൻസി ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. വാലൻസി ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ M1Cl1, M1Cl1 മീൻസ് ദാറ്റ് ഈസ് MCl. ബട്ട് ഇൻ ദി കേസ് ഓഫ് NCl, N belongs to second group, so its valency is 2. But in the case of chlorine, its valency is 1. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കും. നമ്മൾ 9th പഠിച്ച കാര്യങ്ങളാണ്. ദാറ്റ് മീൻസ് NCl2. അണ്ടർസ്റ്റുഡ്? NCl2. അപ്പോൾ നമ്മുടെ സൈസ് ഓഫ് ദി ആറ്റംസ് എന്ന് പറയുമ്പം എമ്മും എന്നും ബിലോങ്സ് ടു ദ സെയിം പീരീഡ് ആയതുകൊണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അറ്റോമിക് സൈസ് ഡിക്രീസസ്. അതുകൊണ്ട് എന്നിനായിരിക്കും അറ്റോമിക് സൈസ് കുറവ്. മെറ്റാലിക് ക്യാരക്ടർ ഓൾസോ decreases from left to right in a period. So in the case of N, its metallic character is less than that of M ആയിരിക്കും. Then valencies, M belongs to first group, so its valency is 1. N belongs to second group, so its valency is 2. Then formulate their chlorides. MCl ആണ്, MCl formation ആണ്. അപ്പോൾ M its valency is 1 and chlorine, we know chloride ion valency is 1 ആണ്. So we can interchange the valencies. So we can write here MCl. But in the case of NCl, N belongs to second group, so its valency is 2 and chlorine 1. So we will get NCl2. Okay, then we can see second one.
Second question. 3 elements A, B and C have atomic numbers 7, 8 and 9 respectively. What would be their position in the modern periodic table? Arrange A, B and C in the decreasing order of their size. Which one of the 3 elements is most reactive and why? അപ്പോൾ നോക്കിക്കേ, 3 elements A, B and C have atomic numbers 7, 8 and 9 respectively. അപ്പോൾ എയുടെ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 5. Okay, then B, atomic number of B, that is 8, then electronic configuration 2, 6. Next C, its atomic number 9, so its electronic configuration 2, 7. അറിയാലോ? ഓക്കെ, ഇനി വാട്ട് വുഡ് ബി ദെയർ പൊസിഷൻ ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഇവരുടെ പൊസിഷൻ എന്തായിരിക്കുമെന്ന്. അപ്പോൾ ഇവരുടെ പൊസിഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്രൂപ്പും പീരീഡുമാണ് പറയേണ്ടത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഏത് പീരീഡിലാണ്? സെക്കൻഡ് പീരീഡ്. കറക്റ്റ് അല്ലേ? സെക്കൻഡ് പീരീഡാണ്. സെക്കൻഡ് പീരീഡ് ആൻഡ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 15th ഗ്രൂപ്പ് 10 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 15th ഗ്രൂപ്പാണ്. 15th ഗ്രൂപ്പ്. ബി പറഞ്ഞേ. ബി കെ എൽ 2 ഷെല്ലല്ലേ ഉള്ളൂ. സോ ഇറ്റ് ബിലോങ്സ് ടു സെക്കൻഡ് പീരീഡ് തന്നെയാണ്. പിന്നെ ഏത് ഗ്രൂപ്പാണ്? 16th ഗ്രൂപ്പ്. 16th ഗ്രൂപ്പ്. Then what about C? C also belongs to second period. Second period. And 17th group. Understood? അപ്പം നമ്പർ ഓഫ് ഷെൽ നോക്കുക. നമ്പർ ഓഫ് ഷെൽ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സോ സെക്കൻഡ് പീരീഡ്. ഇവിടെയും 2 ആണ്. സെക്കൻഡ് പീരീഡ്. ഇൻ ദി കേസ് ഓഫ് സി ഓൾസോ ഇറ്റ് ബിലോങ്സ് ടു സെക്കൻഡ് പീരീഡ്. ഇനി ഏത് ഗ്രൂപ്പാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് നോക്കുക. ഇലക്ട്രോൺസ് ഇവിടെ 5 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ്, 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്, 3 ഇലക്ട്രോൺസ് ആണെങ്കിൽ +10 ചെയ്യണം 13th ഗ്രൂപ്പ്, 4 ആണെങ്കിൽ 14th ഗ്രൂപ്പ്, 5 15th ഗ്രൂപ്പ്, 6 16th ഗ്രൂപ്പ്, 7 17th ഗ്രൂപ്പ് ആൻഡ് 8 18th ഗ്രൂപ്പ്. ഓക്കെ, then second question, arrange A, B and C in the decreasing order of their size. ഓക്കെ, ഇപ്പം നമ്മുടെ എയും ബിയും സിയും എല്ലാം സെക്കൻഡ് പീരീഡിലാണ്. സെക്കൻഡ് പീരീഡിൽ എ ബിലോങ്സ് ടു 15th ഗ്രൂപ്പ്, ബി ബിലോങ്സ് ടു 16th ഗ്രൂപ്പ്, സി ബിലോങ്സ് ടു 17th ഗ്രൂപ്പ്. ഇങ്ങനെയാണ് കിടക്കുന്നത് 15, 16 ആൻഡ് 17, ബട്ട് ദേ ബിലോങ്സ് ടു ദ സെയിം പീരീഡ്. അപ്പോൾ ഒരു സെയിം പീരീഡിലാണ്, പക്ഷേ ഡിഫറെൻറ്റ് ഗ്രൂപ്പിലാണ്. അപ്പോൾ എ ബി സിയിൽ അറ്റോമിക് സൈസ് ഏറ്റവും കൂടുതൽ വരുന്നത് ആർക്കായിരിക്കും? പീരീഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അറ്റോമിക് സൈസ് ഡിക്രീസസ്. അപ്പോൾ ഇതിനകത്ത് അറ്റോമിക് സൈസ് ഏറ്റവും കൂടുതൽ വരുന്നത് എ, ദെൻ ബി, ദെൻ സി. സോ വി ഷുഡ് റൈറ്റ് ദി അറ്റോമിക് സൈസ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഹിയർ എ ബി സി ഡിക്രീസിങ് ഓർഡറിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് എയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് ബി, സൈസ് ഏറ്റവും കുറവ് സി ആണ്. സോ വി ഷുഡ് റൈറ്റ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ. ഓക്കെ, ദെൻ സി, വിച്ച് വൺ ഓഫ് ദി 3 elements ഈസ് മോസ്റ്റ് റിയാക്റ്റീവ് ആൻഡ് വൈ? എമംഗ് ദീസ് എ, ബി ആൻഡ് സി, വിച്ച് വൺ ഈസ് മോസ്റ്റ് റിയാക്റ്റീവ്? ഇതിലേതാണ് കൂടുതൽ റിയാക്റ്റീവ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഇത് 17th ഗ്രൂപ്പ് മീൻസ് ദാറ്റ് ഈസ് ഹാലജൻ ഫാമിലിയാണ്. ഈ ഹാലജൻ ഫാമിലിയിൽപ്പെട്ട സിക്ക് ഒക്ടറ്റ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആകണമെങ്കിൽ 1 ഇലക്ട്രോണാണ് വേണ്ടത് അല്ലേ? ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഒക്ടറ്റ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 1 more ഇലക്ട്രോൺസ് വേണം ഇതിന്.
അപ്പോൾ ഈ സി ആയിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ്. പെട്ടെന്ന് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒക്ടറ്റ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് സി ട്രൈ ചെയ്യും. ഓക്കെ, ബട്ട് ഇൻ ദി കേസ് ഓഫ് ബി ഇറ്റ് നീഡ് 2 more ഇലക്ട്രോൺസ്. ഇൻ ദി കേസ് ഓഫ് എ 3 more ഇലക്ട്രോൺസ്. ഇവിടെ 3 more ഇലക്ട്രോൺസ് കിട്ടിയെങ്കിൽ മാത്രമേ ഒക്ടറ്റ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ്. ഒക്ടറ്റ് മീൻസ് ഔട്ടർ മോസ്റ്റ് ഷെൽ കണ്ടെയ്നിങ് 8 ഇലക്ട്രോൺസ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് ഇവർ കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആകുന്നത്. അപ്പോൾ എയ്ക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. അതിന് ഒക്ടറ്റ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 3 ഇലക്ട്രോൺസ് കൂടെ വേണം. ഇൻ ദി കേസ് ഓഫ് ബി 2 ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് സി ഇറ്റ് നീഡ് ഓൺലി 1 ഇലക്ട്രോൺസ്. 1 ഇലക്ട്രോൺ ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സി ആയിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ്. വിച്ച് വൺ ഓഫ് ദി 3 എലമെൻറ്റ്സ് ഈസ് മോസ്റ്റ് റിയാക്റ്റീവ് ആൻഡ് വൈ? ഇതിൽ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആരാണെന്ന്? അപ്പോൾ സി ഈസ് മോസ്റ്റ് റിയാക്റ്റീവ്. ഏതാണ് മോസ്റ്റ് റിയാക്റ്റീവ്? സി ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കൊടുത്തു. അറ്റോമിക് നമ്പർ അറിയാം. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയ ശേഷം പീരീഡും ഗ്രൂപ്പും ഡിറ്റർമൈൻ ചെയ്യുന്നത്. പീരീഡ് എന്ന് പറയുന്നത് എത്ര ഷെല്ലുണ്ടെന്ന് നോക്കുക. ഷെല്ലിവിടെ എല്ലാത്തിനും 2 ഷെൽസ് ആണുള്ളത്. സോ ഇറ്റ് ബിലോങ്സ് ടു സെക്കൻഡ് പീരീഡ്. അതുപോലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് നോക്കിയിട്ടാണ് ഗ്രൂപ്പ് പറയുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5, 6, 7 ആണ് ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ 15th, 16th ആൻഡ് 17th ഗ്രൂപ്പിലാണ് ഇവർ. 15th, 16th ആൻഡ് 17th ഗ്രൂപ്പിൽപ്പെട്ടവരായിരിക്കും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ അറേഞ്ച് എ ബി സി ഇൻ ദി ഡിക്രീസിങ് ഓർഡർ ഓഫ് ദർ സൈസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഇവരെല്ലാവരും ഒരേ പീരീഡിൽപ്പെട്ടവരാണ്. പീരീഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ആകും. അപ്പോൾ എ ആണ് ഏറ്റവും കൂടുതൽ അറ്റോമിക് സൈസ് ഉള്ളത്. ദെൻ ബി, ദെൻ സി. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദി 3 എലമെൻറ്റ്സ് ഈസ് മോസ്റ്റ് റിയാക്റ്റീവ് ആൻഡ് വൈ? ഇതിലേതാണ് കൂടുതൽ റിയാക്റ്റീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് സി ആണ്. കാരണം സി ബിലോങ്സ് ടു 17th ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹാലജൻ ഫാമിലിയാണ്. ഹാലജൻ ഫാമിലിയിൽ അവർക്ക് 1 ഇലക്ട്രോൺ കൂടെ കിട്ടിയാൽ അവർക്ക് നിയറസ്റ്റ് നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആകും. അതുകൊണ്ട് പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്തിട്ട് ആ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് സി ആയിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ്. ബിയുടെ കേസിൽ 2 more ഇലക്ട്രോൺസ് വേണം. എയുടെ കേസിൽ 3 ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് എനർജി നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കണം. അപ്പം സി 1 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താൽ അതനുസരിച്ച് എനർജി റിലീസ് ചെയ്ത് കൊടുക്കണം. അപ്പം സി ആയിരിക്കും ഇവിടെ മോസ്റ്റ് റിയാക്റ്റീവ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വിച്ച് വൺ ഓഫ് ദി 3 എലമെൻറ്റ്സ് ഈസ് മോസ്റ്റ് റിയാക്റ്റീവ്? സി ഈസ് മോസ്റ്റ് റിയാക്റ്റീവ് ആൻഡ് വൈ എന്നും കൂടെയുണ്ട്. അപ്പം നമ്മുടെ വൈയുടെ ആൻസർ കൂടെ കൊടുക്കണം. കാരണം സി ആണ് മോസ്റ്റ് റിയാക്റ്റീവ്. ഇറ്റ് ക്യാൻ ഈസിലി attract one electron to attain stable noble gas configuration. Stable noble gas configuration. നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് അടുത്ത നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസ് നിയോൺ ആണ്. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. മനസ്സിലായോ? അപ്പോൾ അവർക്ക് സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവർ 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. സോ സി ഈസ് മോർ റിയാക്റ്റീവ്. സി ആണ് because it can easily attract 1 electron to attain stable noble gas configuration. Okay guys, study up to here. The remaining topic we will take in the next class. Until then, bye bye.